അടിപൊളി കളർ കോമ്പിനേഷൻ. എന്ത് വലിയ ബോർഡേഴ്സ് ആണ്. ബ്രൈഡ്സിനൊക്കെ അടിപൊളിയായിരിക്കും. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ എല്ലാവർക്കും അറിയാം, എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുനിന്ന് ഞാനൊരു വലിയ വിശേഷം, നിങ്ങളെല്ലാവർക്കും കേൾക്കാൻ ആകാംക്ഷയുള്ള ഒരു വലിയ വിശേഷവുമായിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ തിരുവല്ലയിൽ മഹാലക്ഷ്മി സിൽക്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മുത്തൂർ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളൊക്കെ ഒരുപാട് ആകാംക്ഷയോടെ കാണുകയും വാങ്ങാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുറേ കാര്യങ്ങൾ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമസ്കാരം. അപ്പോൾ ഞാനിവിടെ എത്തിയത്, ഇവിടെ ഒരുപാട് വിശേഷപ്പെട്ട പട്ടുകളും ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള സാരികളൊക്കെ മന്ത്രകോടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്കെല്ലാം കാണണം. പറ്റുമോ? ബൈ. അടിപൊളി കളർ കോമ്പിനേഷൻ. കൊള്ളാവോ? ഭയങ്കര നല്ല കോമ്പിനേഷൻ അല്ലേ, കളർ കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ബ്രൈഡ്സും ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ടൈം വരെ റെഡ് മാത്രം അല്ലേ, റെഡ് ഓറഞ്ച് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പം എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി, വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, ഇതിലെല്ലാ കളേഴ്സും വരുന്നുണ്ട് അല്ലേ? പേസ്റ്റൽ കളേഴ്സൊക്കെ. ലാവൻഡർ. ഇതെല്ലാം ആദ്യം കുറച്ച് മുന്നേ കാണിച്ചത്. ഓ, ലാവൻഡർ. അത് റെയർ കളർ കോമ്പിനേഷൻ. ഓ, അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇപ്പൊ എനിക്ക് തോന്നി വലിയ ബോർഡേഴ്സ് ഇപ്പോഴൊരു ലേറ്റസ്റ്റ് ട്രെൻഡാണെന്ന് തോന്നില്ലേ? അതാണല്ലേ, ഒത്തിരി ഇവിടെ ഉണ്ടല്ലോ കളക്ഷൻസ്. വലിയ ബോർഡേഴ്സ് ഒന്ന് കാണിച്ചു തരാമോ എനിക്ക്? ഓ, സൂപ്പർ. വലിയ ബോർഡേഴ്സ്. എന്ത് വലിയ ബോർഡേഴ്സ് ആണ് കണ്ടോ. ബ്രൈഡ്സിനൊക്കെ അടിപൊളിയായിരിക്കും. ബ്രൈഡ്സ് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യും. ഒരേ കളറാന്ന് വിചാരിക്കണ്ട, ഇതെല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഡിഫറെൻറ്റ് പ്രിന്റ്സും ആണ്. ഡിസൈൻസും ഒക്കെ വരുന്നുണ്ട്. വെറൈറ്റി ഡിസൈൻസ് ആണ്. നോക്കിയേ, ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നത് കണ്ടോ. അതെ, രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ ഇല്ലേ,
ഗോൾഡിൽ മെറൂൺ ബോർഡർ വരും, റെഡ് ബോർഡർ വരും. ആൻറ്റിക് പോലെ. ഇതിലൊരു സിൽവർ ത്രെഡ്, സിൽവർ ഫിനിഷിങ്ങിൽ ഇതാ വരുന്നതാണ്. എന്താ പറയണേ? മിഠായി പിങ്ക്. ശരിക്കും ഈ മന്ത്രകോടികളൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ എടുക്കണം ഇല്ലേ? എന്നോട് പറഞ്ഞു കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും അറിയില്ലായിരുന്നു. ഇതിനൊക്കെ കാണാനുള്ള ഈ ആകാംക്ഷ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മാഡം അങ്ങനെ ചെയ്യരുത്, ഇത് മന്ത്രകോടിയാണ്, അപ്പം നമ്മൾ അത്രയും പവിത്രമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ശരിക്കും ആണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്.